ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മൾ വീഡിയോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മൈദ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഷവർമ്മക്കൊക്കെ ഉണ്ടാക്കുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ, അതാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, മാഷാ അല്ലാ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എനിക്ക് ചെയ്യാനുള്ളത് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ട്. നമ്മളിതൊക്കെ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിലും ഇതേ കവറിൽ തന്നെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നാശമായി പോവും. നമ്മളിത് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഇതേപോലെ ഫ്രഷ് ആയിട്ട് ഇരിക്കും. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളകൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഞെട്ടുണ്ടല്ലോ അത് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കൽ. അതാവുമ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് കേടുവരാതെ കിട്ടും. ചിലപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നിങ്ങളിങ്ങനെ ചെയ്യുന്നവരായിരിക്കും. ഇനി ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ അടുത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ എനിക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു കവറിൽ അങ്ങനെ വാങ്ങിയ പാടെ അങ്ങനെ വെക്കലാണ് ചെയ്തിരുന്നത്. പിന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് ശരിക്കും അത് യൂസ്ഫുള്ളായി. അപ്പോൾ നിങ്ങൾക്കും അറിയാത്തവരുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ്. പിന്നെ ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നനവൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ചില ആളുകൾ ഇതിൻ്റെ താഴെ മുകളിലും ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ചിട്ടും സ്റ്റോർ ചെയ്യും. അങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കും. ഞാനിപ്പോൾ ടിഷ്യൂ പേപ്പറൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടെയ്നറിലാക്കി വെക്കുന്നേ ഉള്ളൂ. ഞാനിതുപോലുള്ള സിപ്പ് ലോക്കിലും സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട്. അതും നമുക്ക് ശരിക്കും യൂസ്ഫുള്ളാണ്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കുറേ നാൾ നമ്മളെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇരിക്കും. അങ്ങനെ ഞാനിനി ഓരോ വെജിറ്റബിൾസും ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മോട്ടിവേഷൻ വീഡിയോ. അപ്പോൾ അതിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് 2-3 കമൻസ് വായിച്ചപ്പോൾ ശരിക്കും സങ്കടം തോന്നി. അതിൽ നമ്മൾ മെയിനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളെ ലൈഫ് എന്താ ഇങ്ങനെ എന്നാലോചിച്ചിട്ട് വിഷമിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്നവരെ കുറിച്ചിട്ടും അതേപോലെ വീടില്ലാതെ വിഷമിക്കുന്നവരെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന കമൻസ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഒരു വിഷമം അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കാൻ കാരണം ഓരോ ആളുകളെ കുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് ഇപ്പോൾ കുട്ടികളില്ലാത്ത ആളുകളെ കണ്ടാൽ ചോദിക്കും, നിങ്ങൾക്ക് കുട്ടികളൊന്നും ആയില്ലേ? വീടില്ലാത്തവരെ കണ്ടാൽ ചോദിക്കും, വീട് പണിയൊന്നും ആയില്ലേ? അതേപോലെ കല്യാണം ശരിയാവാത്തവരെ കണ്ടാൽ ചോദിക്കും, കല്യാണമൊന്നും ആയില്ലേ? ഇതുപോലെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് നമ്മളെ കുറവുകളെ പറ്റി ചോദിച്ചിട്ട് നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കുറേ ആളുകളുണ്ടാവും. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങളിങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ആ കമൻറ്റ് വായിച്ചപ്പോൾ മനസ്സിലായി, ഇങ്ങനെ ഒരുപാട് വിഷമിക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ മറ്റുള്ള ആളുകളുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ എന്തിനാണ് നിങ്ങളിങ്ങനെ ചോദിക്കുന്നത്? അത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? ചിലപ്പോൾ ഈ ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവും, എന്നിട്ടാവും ചോദിക്കുന്നുണ്ടാവുക. എന്നാലും ചോദിക്കും ഒരു മനസ്സുഖത്തിന്. പക്ഷേ ഈ കേൾക്കുന്ന ആൾക്ക് ആ ഒരു സുഖം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കുട്ടികളില്ലാത്ത ആളുകളെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവർ മക്കൾ ആയില്ലല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഒരുപാട് വിഷമമായിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ ഇടയിൽ, സ്വന്തം ഫാമിലിയുടെ ഇടയിൽ, റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഒക്കെ വളരെ വിഷമിച്ചിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. അതിൽ കൂടെ ഇങ്ങനെയുള്ള ആളുകളെ ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അവരെത്രത്തോളം തകർന്നു പോകുന്നുണ്ടെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ ഒരു കല്യാണങ്ങൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ള പരിപാടികൾക്കൊക്കെ പോവാൻ തന്നെ തോന്നുന്നുണ്ടാവില്ല. അഥവാ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കില്ല. അവർ അങ്ങനെ ചോദിച്ചിട്ട് അവരപ്പോൾ അതങ്ങോട്ട് മറന്നു കളയും. പക്ഷേ ഈ കേട്ട വ്യക്തി അത് ആ ഒരു ദിവസം തന്നെ അവർക്കത് മനസ്സിൽ നിന്ന് പോവാത്ത പോലെയും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഈ ഒരു ചോദ്യം തന്നെ ആയിരിക്കും മനസ്സിലുണ്ടാവുക.
അപ്പോഴാണ് സ്വയം തോന്നുക, എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ, എനിക്കെന്തുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാവാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് വീടാവാത്തത്, എന്താണ് എൻ്റെ കല്യാണം ശരിയാവാത്തത്. അങ്ങനെ ഇതൊക്കെ ഓർത്തിട്ട് ആ ഒരു ആൾക്ക് മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ട് ആ ഒരു ദിവസം ഉറങ്ങാൻ തന്നെ പറ്റുന്നുണ്ടാവില്ല. എന്നാലിത് ചോദിച്ച ആൾക്കാരോ അവർ അപ്പോൾ അതങ്ങോട്ട് ചോദിച്ചിട്ട് വീട്ടിൽ പോയിട്ട് സുഖമായി കിടന്നുറങ്ങുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ചോദ്യം കൊണ്ട് മറ്റൊരാളെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ആ വേദന അത് എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കലും ഇവർ ചിന്തിക്കുന്നുണ്ടാവില്ല. എന്തിനാണ് നമ്മൾ അറിഞ്ഞും കൊണ്ട് ഒരാളെ വിഷമിപ്പിക്കുന്നത്? അങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ? നമ്മളെ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുന്ന ഏതൊരാൾക്കും നാശം എന്ന്. അതിൻ്റെ അർത്ഥം നമ്മളൊരാളെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പടച്ചവനായിരിക്കും തരുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിക്കും മക്കളായിക്കോട്ടെ, വീടായിക്കോട്ടെ, സമ്പാദ്യം ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, എല്ലതും പടച്ചവനാണ് തന്നിട്ടുള്ളത്. അത് തിരിച്ചെടുക്കാനും പടച്ചവൻ തന്നെ വിചാരിച്ചാൽ മതി. ഉള്ളവൻക്ക് ഇല്ലാതാവാനും ഇല്ലാത്തവൻക്ക് ഉണ്ടാവാനും ഒക്കെ അള്ളാഹു വിചാരിച്ചാൽ ഒരു നിമിഷമേ വേണ്ടുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരെ കുറവുകൾ പറഞ്ഞിട്ട് അവരെ വേദനിപ്പിക്കാൻ പോവാതിരിക്കുക. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങളൊരിക്കലും സങ്കടപ്പെടേണ്ട. സമയമാവുമ്പോൾ അള്ളാഹു തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ല മക്കളെ തന്ന് അനുഗ്രഹിക്കും. പിന്നെ നമ്മൾ തന്നെ ഒരുപാട് കഥകൾ കേട്ടിട്ടില്ലേ, 10-15 വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാവാത്ത ആളുകൾക്ക് കുട്ടികളുണ്ടായി എന്നൊക്കെ. അപ്പോൾ അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. അങ്ങനെ പ്രതീക്ഷിച്ച് ജീവിക്കുക. പിന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റാഹിമ ഷബിനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ. അവരും ഇതുപോലെ കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് കുത്തുവാക്കുകളും വേദനിപ്പിക്കുന്ന സംസാരങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല ക്യാൻസർ എന്നൊരു അസുഖം കൂടി അവർക്കുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ അസുഖം കൊണ്ടും അതുപോലെ കുട്ടികളില്ല എന്നുള്ള വിഷമം കൊണ്ടും ഒക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ചൊരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരോട് അത്ഭുതം തോന്നും. അവർ ഇത്രയും നാൾ പടച്ചവനോട് ദുആ ചെയ്ത് ക്ഷമിച്ചതിൻ്റെ പ്രതിഫലം ഇന്ന് അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മോനെ കൊടുത്ത് അള്ളാഹു അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. മാഷാ അള്ളാഹ്. അവർക്ക് ആ ഒരു കുട്ടിക്ക് അള്ളാഹു ആയുസ്സും ആരോഗ്യം ഒക്കെ കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അവർ ക്ഷമിച്ചതിൻ്റെ ഫലം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളും ക്ഷമിക്കുക. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു നിങ്ങളെ ദുആയൊക്കെ, നമ്മളൊക്കെ മനസ്സിൻ്റെ വേദന എന്താണെന്നുള്ളത് നമ്മളെക്കാളും കൂടുതൽ പടച്ചവൻക്കാണ് അറിയുക. അതുകൊണ്ട് നമ്മളൊക്കെ ദുആ അള്ളാഹു സ്വീകരിക്കും. നമ്മൾ ക്ഷമയോടെ ഓരോ ദിവസവും ജീവിക്കുക, നല്ല പ്രതീക്ഷയിൽ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇന്നിങ്ങനെ പറയണമെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ ഇതായിരുന്നില്ല. വേറൊരു കാര്യം നിങ്ങളോട് സംസാരിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ മുതൽ ഈ ഒരു കമൻറ്റ് വായിച്ചത് മുതൽ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു മോനുണ്ട്, അൽഹംദുലില്ലാ. എന്നാലും എന്നോട് ആളുകൾ ചോദിക്കും, ഈ ഒരു മോൻ മാത്രമേ ഉള്ളൂ, താഴെ കുട്ടികളൊന്നുമില്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചോ, അങ്ങനെയൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഏജിലുള്ളവർക്കൊക്കെ 2-3 മക്കളായി, അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എന്നാലും ഞാനിങ്ങനെ ചിന്തിക്കും, എനിക്ക് ഒരു മോനുണ്ടായിട്ട് തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളില്ലാത്ത ആളുകൾ എത്രമാത്രം ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ കേട്ടിട്ട് അവരെ മനസ്സ് വേദനിക്കുന്നുണ്ടാവും. അങ്ങനെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിനായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ അവളും ഇങ്ങനെ പറഞ്ഞു, അവളെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2-3 വർഷമേ ആവുന്നുള്ളൂ. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, ഇതുപോലെ കുട്ടികളായില്ലേ എന്നുള്ള ചോദ്യങ്ങൾ കുറേ കേൾക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്കിങ്ങനെ വിഷമം തോന്നും. അള്ളാഹു വിചാരിച്ച സമയത്ത് നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് റിലാക്സ് ആക്കാൻ നോക്കിയാലും ഇതുപോലുള്ള ആളുകളെ ഓരോ സംസാരം കേൾക്കുമ്പോൾ ശരിക്കും മൂഡ് ഓഫ് ആയി പോവുകയാണ് എന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും എന്തോ ഒരു വിഷമം തോന്നി. അതേപോലെ തന്നെ ഇന്നലെ ഇപ്പോൾ ഈ ഒരു കമൻറ്റ് വായിച്ചപ്പോഴും എനിക്കാകെ സങ്കടമായി. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കമൻറ്റിൽ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ നിന്നാലും അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ കമൻറ്റിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്തേ ഉള്ളൂ. അപ്പോൾ അറിഞ്ഞും കൊണ്ട് ആരെയും മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളുണ്ടാവും. അതെന്താണെന്നുള്ളത് അവരവർക്കെല്ലാം അറിയുള്ളൂ.
നമ്മളായിട്ട് ആരെയും മനസ്സ് വിഷമിപ്പിക്കാൻ പോവില്ല എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനം എടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, സോറി. ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് വരാം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ ഞാൻ ലഞ്ചിന് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മത്തി കറി വെക്കുക, മത്തി ഫ്രൈ ആക്കുക, പിന്നെ ക്യാരറ്റ് ഉപ്പേരി വെക്കണം, പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താ പറയുക? ചില നാട്ടിൽ ചാള എന്ന് പറയും, ചില നാട്ടിൽ മത്തി എന്ന് പറയും. ഞങ്ങളവിടെ കൂടുതലായിട്ടും മത്തി എന്നാണ് പറയൽ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ ബോറടിക്കുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്തായാലും ഇങ്ങനെ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല അല്ലെങ്കിൽ ജീരകം പൊടിച്ചത് ചേർത്താലും മതി. പിന്നെ ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാറുണ്ട്, കായം പൊടി. പക്ഷെ അത് ഞാൻ ഇതിൽ എടുക്കുന്നത് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, എന്നിട്ട് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങാനീര് എടുക്കുക. ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അവസാനം ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ. എന്നിട്ടിതൊരു 10 മിനിറ്റ് ഇവിടെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി ഞാൻ കറിക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എൻ്റേത് അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആവാത്തതുണ്ടെങ്കിൽ അത് മീൻകറിയാണ്. മീൻകറി ഉണ്ടാക്കാനൊക്കെ സിമ്പിളാണ്, പക്ഷേ ഞാൻ വിചാരിച്ചൊരു ടേസ്റ്റ് കണ്ട് കിട്ടലില്ല. എൻ്റെ ഉമ്മമ്മ നല്ല അടിപൊളിയായിട്ട് മീൻകറി വെക്കും. ഉമ്മമ്മ ഉണ്ടാക്കുന്ന ആ ഒരു മീൻകറിയുടെ ടേസ്റ്റ് മനസ്സിലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ഉണ്ടാക്കിയത് തീരെ ഇഷ്ടപ്പെടലില്ല. എന്നാലും ഇന്നുണ്ടാക്കിയ കറി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ മീൻകറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീനതിൽ കിട്ടാൽ ഒന്നുകൊണ്ട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിയും. അങ്ങനെ എൻ്റെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മീനുണ്ടല്ലോ അത് ഇപ്പുറത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ചമ്മന്തി എൻ്റെ മോനിക്ക് നല്ല ഇഷ്ടമാണ്, ഹസ്ബൻഡിനും ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ മീൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങളിങ്ങനെ തന്നെ ഉണ്ടാക്കുന്നുണ്ടാവുക. ഇനി എനിക്ക് ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. ആർക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് അറിയാനായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.